നാൻസി റാണി എന്ന സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യയിൽ നിന്ന് ഈ സിനിമയുടെ നിർമ്മാതാവിലേക്കുള്ള ആ ഒരു ദൂരവും അതോടൊപ്പം ആ ഒരു പ്രോസസ്സും എത്ര കഠിനമായിരുന്നു? നല്ല കഠിനമായിരുന്നു. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, എനിക്ക് ഫിലിം പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ഞാനോ ഫാമിലിയോ ആരും ലിങ്ക് അല്ല, ഒന്നുമില്ല. അത് മനുവിൻ്റെ താല്പര്യം, മനുവിൻ്റെ ഇഷ്ടം, മൂവി ആ ഒരു രീതിയിലായിരുന്നു അതിലേക്ക് കണക്ട് ആയത്. അപ്പോൾ മനു മൂവി ഡയറക്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ചേട്ടനോട് ആരോടാ ചോദിച്ചാലും പറയും ഞാൻ ആ സെറ്റിൽ ഒന്നും ഉണ്ടായിരുന്ന ഒരാളല്ല. അത് മനുവിൻ്റെ മരണശേഷമാണ് ഞാൻ ആക്ച്വലി അതിലേക്ക് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്നും അറിയുന്നതല്ല. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ, എല്ലാം അല്ല, എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണെങ്കിൽ ഓരോന്ന് പഠിച്ചും ചോദിച്ചുമൊക്കെ അത് ചെയ്യാന്ന് പറഞ്ഞത്, ഒരു ബന്ധമില്ലാത്ത ഒരാൾ പെട്ടെന്ന് അതിലേക്ക് വരുമ്പോൾ അതും ആ ഒരു ഷോക്ക്, അതിൻ്റെ ഒപ്പം ഞാൻ ചെന്നതാണ്. അപ്പം എനിക്കത് ഭയങ്കര ടഫായിരുന്നു. ബട്ട് കുറച്ച് മുമ്പ് അത് ചോദിച്ചു, സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ വിജയിക്കുമോ എന്ന്. വിജയിക്കുമോ അല്ലെങ്കിൽ നഷ്ടമാവോ? എന്നെ സംബന്ധിച്ചിട്ട് മരിച്ചത് എൻ്റെ ഭർത്താവാണ്. ഈ മൂവിക്ക് ഡയറക്ടർ ആയിട്ടുണ്ട്, പേഴ്സണലി നോക്കി എൻ്റെ ഭർത്താവാണ്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് ഡ്രീമാണത്. അതാണ് എനിക്ക്, അദ്ദേഹത്തിന് ആ മൂവി പുറത്തേക്ക് വരണം എന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓടിയത്. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും ശ്രമിക്കുന്നത്, ഇപ്പോഴും ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ യാത്ര ഒട്ടും സിമ്പിൾ അല്ലായിരിക്കുമെന്ന് മേബി ഊഹിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. കാരണം ആ ഒരു സങ്കടവും വിഷമവും അവിടെ കിടക്കുന്നു, അതിൻ്റെ ഒപ്പം ഈ മൂവിയുടെ ടെൻഷനും ഇതും എല്ലാം ഇപ്പുറത്ത് കിടക്കുന്നു. ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ചൂടിപ്പിക്കും. ഈ ഒരു പ്രോസസ്സിൽ ഏറ്റവും ഇൻസ്പിറേഷനായിട്ട് വന്നൊരു ഘടകം എന്താണ്? അതായത് ഇപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും ഈ സിനിമ റിലീസ് ചെയ്യും, എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പോൾ പറഞ്ഞില്ലേ പല പ്രമുഖ താരങ്ങളുടെ വിട്ടുമാറ്റല് കാരണം പോലും നമുക്കറിയില്ല. അപ്പൊ ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഈ സിനിമ വിടില്ല എന്നുള്ള ഇൻസ്പിറേഷൻ ഹസ്ബൻഡ് തന്നെയാണ്. അതെ, അദ്ദേഹത്തിന്റെ സ്വപ്നമാണിത്. സ്വപ്നം സിനിമ റിലീസ് ചെയ്യാന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ആ ഒരു ഇപ്പൊ നമ്മൾക്കൊരു അടുപ്പമുള്ള ഒരാളുടെ സ്വപ്നം നമ്മൾക്ക് എന്തായാലും ലൈക്ക് നടത്തി കൊടുക്കണം എന്നായിരിക്കുമല്ലോ ബേസിക്കലി ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളുടെ സ്വപ്നം പുറത്തേക്ക് കൊണ്ടുവരാനുള്ളതാണ് എൻ്റെ ലക്ഷ്യമുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു സത്യത്തിൽ. താങ്കൾ പ്രൊഡക്ഷനിലുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ പ്രൊഡക്ഷൻ താല്പര്യം അപ്പം മാഡം പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു. ശരിക്കും എന്തെങ്കിലും ഇഷ്യൂസ് നന്നായിട്ട് അറിയാവോ? ഞാനതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എഡിറ്ററാണ് അമിത്. മാഡം പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു, താങ്കൾ പ്രത്യേകം പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. സെറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു? അല്ല, അങ്ങനെയല്ല. ഈ ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വളരെ കൊച്ചു ചിത്രമായിരുന്നു. ചേട്ടൻ, ശ്രീനിവാസൻ സാറ്, സാർ, 2-3 കഥാപാത്രങ്ങൾ മാത്രമുണ്ടായിരുന്നു. അങ്ങനെ പോയി കോവിഡ് വന്നു. ആ ഒരു ക്രൈസിസിൽ നിന്ന് മെയിനുണ്ടായിരുന്ന കുറച്ച് പേര് ഫണ്ട് ചെയ്ത് ബാക്ക് ഓഫ് ചെയ്തു. ആ ടൈമിൽ കോവിഡ് ആയതുകൊണ്ട് ഫിലിം ഭയങ്കര പ്രതിസന്ധി ആയിരുന്നല്ലോ. അങ്ങനെ സാറ് തീരുമാനിച്ചു, നാൻസി റാണി അങ്ങനെ ഒതുങ്ങി പോകരുത്, സാറിരുന്ന് എഴുത്താണ് സാറിൻ്റെ ഏറ്റവും വലിയ ശക്തി. എനിക്ക് അറിയാം. ഈ നാൻസി റാണി വരെ സാറിന് വളരെ കൊച്ചു ചിത്രമാണ്. ഒരുപാട് വലിയ വലിയ കഥകളും അടിപൊളി ഒരു മനുഷ്യനാണ്. ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. സാറ് ആ ഒരു കോവിഡ് ടൈമിൽ ഇരുന്ന് എഴുതി വലുതാക്കി. അതാണ് ഇത്രയും 36+ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ശരിക്കും എഡിറ്റിംഗ് ടേബിൾ കട്ട് ചെയ്ത് കുറേ പേരെ മാറ്റേണ്ട വന്നു. വിഷമമുണ്ട്, പക്ഷെ നല്ല നല്ല സീൻസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വന്നപ്പോൾ സാറ് പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങി. പ്രൊഡക്ഷനിൽ സപ്പോർട്ട് ചെയ്തത് മാമാണ്. അങ്ങനെ ഇന്നീ കാണുന്ന നാൻസി റാണി, അത്